വാർത്തകൾ തുടരുന്നു. നിയമ ഭേദഗതിക്ക് അടിയന്തര സ്റ്റേ വേണമെന്ന അപേക്ഷകളിൽ ഏപ്രിൽ 9 സുപ്രീം കോടതി വീണ്ടും വാദം കേൾക്കും. CAAയിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് 3 ആഴ്ച സമയം അനുവദിച്ചു. ഹർജികൾ മുൻവിധിയോടെയെന്നും നിയമ ഭേദഗതി ആരുടെയും പൗരത്വം റദ്ദാക്കാനല്ലെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. അതേസമയം കോടതിയിൽ നിന്നുണ്ടായത് വലിയ ആശ്വാസമെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ ഭേദഗതി ചട്ടങ്ങളും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഉപഹർജികളിൽ കേന്ദ്ര സർക്കാർ 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൗരത്വ നിയമത്തിനെതിരായ ഹർജികളിൽ ഏപ്രിൽ 9 സുപ്രീം കോടതി വീണ്ടും വാദം കേൾക്കും. 4 വർഷത്തിന് ശേഷമാണ് കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയതെന്ന് ലീഗിനായി കപിൽ സിബൽ വാദിച്ചു. ആർക്കെങ്കിലും പൗരത്വം കിട്ടിയാൽ ഹർജികൾ നിലനിൽക്കില്ല, അതിനാൽ സ്റ്റേ വേണം. സ്റ്റേ നൽകിയ ശേഷം വിശദമായ വാദം ഏപ്രിലിൽ കേട്ടൂടെ എന്ന് കപിൽ സിബൽ ചോദിച്ചു. അതേസമയം 3 മാസം നീണ്ടു നിൽക്കുന്ന നടപടിയെന്നും സ്റ്റേ നൽകിയാൽ ആ സാഹചര്യത്തിൽ അഭയാർത്ഥികളുടെ അവകാശം ലംഘിക്കപ്പെടുമെന്നും കേന്ദ്രം വാദിച്ചു. തുടർന്ന് സ്റ്റേ വേണമെന്ന അപേക്ഷകളിൽ ഏപ്രിൽ 9 വാദം കേൾക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. പൗരത്വ നിയമത്തിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്തത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത്. ആകെ 236 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. മുസ്ലിം ലീഗ്, CPM, CPI, DYFI, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വിവിധ മുസ്ലിം സംഘടനകൾ എന്നിവരാണ് ഹർജിക്കാർ. പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ചട്ടം വിജ്ഞാപനം ചെയ്തതാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തത്. അതേസമയം കോടതിയിൽ നിന്നുണ്ടായത് വലിയ ആശ്വാസമെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.